അസ്സലാമു അലൈക്കും. അപ്പം നിങ്ങൾ അതിൻ്റെ ഒരു വശത്തു കൂടി എത്തി, ഇസ്ലാം മാസികയിൽ എന്താണുള്ളത് എന്ന്. അപ്പം ആ ഉള്ളതിലെ വെളിച്ചം തന്നെയാണ് ഞാൻ നേരെ ചോദിച്ചത്. അതായത് കരയിലാണ്, അത് നേരെ ബോട്ടിലേക്ക് വരുമ്പോൾ ബോട്ടിൽ കടലിലായി. ആ കടലിൽ വെച്ച് ആ ബോട്ടിൻ്റെ വെളിച്ചം നഷ്ടപ്പെടുന്നു. അവിടെ ഒരു ജിന്നെ വെളിച്ചം തരണേ എന്ന് ചോദിച്ചാൽ അതിൻ്റെ മതവിധി ഹുക്മ്, അഹ്കാമുൽ ഖംസ എന്നൊക്കെ പറയുന്ന ആ ഒരു ഇത് എന്താണ്? അപ്പം ഞാൻ ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞു. സമസ്തക്കാർ ഇതൊരു ചര്യയായിട്ടാണ് കൊണ്ടുനടക്കുന്നത്. ഇത് അവരുടെ ശിർക്കിനെ, അതായത് അവർ പിന്നെ ഇത് നബി ഇങ്ങനെ പിന്നെ ഖബറിങ്ങിൽ പോയിട്ട് എന്താ അബൂജാലിനെ ഒത്തുബത്ത് ഷെയ്ബിനെ വിളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവർക്കത് ശരിയാണ്. അപ്പോൾ അത് അവരുടെ ഒരു മതവിധിയായിട്ട് കണക്കാക്കും. അപ്പോൾ അതേപോലെ നമുക്കുള്ളൊരു വിധി എന്താണ് എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അങ്ങനെ നമുക്കൊരു മതവിധി കൊടുക്കാൻ കഴിയുമോ? അത് ഇതിലെന്താണ് നമ്മൾ പറയേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പിന്നെ സമസ്തൻ്റെ ഒരു കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ ഒരു 5ാം ക്ലാസ് പഠിച്ച കുട്ടിയാണെങ്കിൽ പോലും ജിന്നിനോട് കടലിൽ വെച്ച് വെളിച്ചം ചോദിച്ചാൽ ശിർക്കാണെന്ന് തുറന്ന് പറയാൻ കഴിയും. ഒറ്റ വാക്കിൽ, ഒറ്റ വോയിസ് മതി. നിങ്ങൾക്ക് ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എന്താണെന്നാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഒന്നുകൂടി കേട്ടോളി. ഒരു പിന്നെ കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ മദ്രസയിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഈ കുട്ടിയോടാണ് ഞാൻ ഈ ചോദിക്കണമെങ്കിൽ, ആ കുട്ടി ഒരു 5ാം ക്ലാസ്സിലെ കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടി പറയും, ജിന്നിനോട് വെളിച്ചം ചോദിച്ചാൽ ആ കടലിൽ വെച്ച് അങ്ങനെ ഒരു മുൽത്തറായ സമയത്ത് ഒരു പ്രയാസപ്പെടുകയാണ് വെളിച്ചമില്ലാതെ. ആ കുട്ടിയോ അപ്പോൾ ഇങ്ങനെ ജിന്നിനോട് വെളിച്ചം ചോദിച്ചാൽ എന്താണ് അതിൻ്റെ മതവിധി എന്ന് കുട്ടിയോട് ചോദിച്ചാൽ ഈ 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി പറയും അത് ശിർക്കാണെന്ന്. പിന്നെ അത് ഒറ്റ വോയിസിൽ അവിടെ അവസാനിക്കും. പക്ഷെ നിങ്ങൾക്കത് പറയാൻ കഴിയണില്ല എന്നുള്ളതാണോ? അങ്ങനെയാണ് ഞാൻ സംശയിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളെ മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിലെ മതവിധി എന്താണ് എന്ന് നിങ്ങൾ പറഞ്ഞു തരണം. ഞാനതിൻ്റെ സുഹൃത്തെ പറഞ്ഞത് അള്ളാഹുൽ പങ്കു ചേർക്കലാണ്, ഷിർക്കാണ്, ഹറാമാണ് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് മറുപടി പറഞ്ഞില്ലേ? നിങ്ങൾക്ക് ഇസ്ലാം മാസികയിൽ എന്താണുള്ളത് എന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. നിങ്ങൾക്ക് കൃത്യമായ ഒരു മുജാഹിദ് മദ്രസയിൽ പഠിച്ച ഒരു കുട്ടിക്ക് പറയാൻ കഴിയുന്ന വിഷയമാണ് ഇസ്ലാം മാസികയിൽ എന്താണുള്ളതെന്ന്. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ തൊട്ടടുത്തുനിന്ന് ഒരു ശബ്ദം കേട്ടു. അപ്പോൾ ആ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ മുജാഹിദ് മദ്രസ പഠിച്ച കുട്ടി പറയും അത് അള്ളാഹു ആണെന്ന് വിശ്വസിച്ചിട്ട് അള്ളാഹിനോടാണ് ചോദിക്കേണ്ടത്. ഒരു വെളിച്ചം, ഇത്തിരി ടോർച്ച്, ഇതൊക്കെ അള്ളാഹിനോടാണ് ചോദിക്കേണ്ടതെന്ന് മുജാഹിദ് മദ്രസ പഠിച്ച കുട്ടി പറയോ? നിങ്ങൾ പറഞ്ഞിരി, നിങ്ങൾ ഏത് മുജാഹിദ് മദ്രസ പഠിച്ചിട്ടാണ് അങ്ങനെ മനസ്സിലാക്കിയത്? അപ്പോൾ ശബ്ദത്തിൽ കേട്ട ഉടമ ആ ശബ്ദം ചെവിയിൽ കേട്ട ശബ്ദം അദൃശ്യവും അബോധികവും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതവുമാണ് എന്ന് മുജാഹിദ് മദ്രസ പഠിച്ച കുട്ടി പറയോ? അതൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് പറ. നിങ്ങൾക്ക് എന്താ പറയാൻ കഴിയാത്തത്? പിന്നെ ഇവിടെ ഇപ്പോൾ ഈ ഇസ്ലാഹ് മാസികയിലുള്ള ആ വരി ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് ശരിയാക്കിയിട്ട് എങ്ങനെയാണ് നമ്മളത് എഴുതേണ്ടത് എന്നൊന്ന് എഴുതി ആ പാരഗ്രാഫ് മാത്രം അതൊന്ന് ശരിയാക്കിയിട്ടൊന്ന് പറയുകയോ എഴുതുകയോ ചെയ്യുമോ? എങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത്? അതിലുള്ള തെറ്റെന്താണെന്നുള്ളത്. ആ ജിന്നായിരിക്കാം എന്ന് പറഞ്ഞിടത്ത് അള്ളാഹു ആയിരിക്കാം എന്ന് പറഞ്ഞ ആ വാചകം ശരിയാവോ ഇല്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ. ഈ ഇസ്ലാഹ് മാസികയാണല്ലോ വിവാദ പരാമർശം. നിങ്ങളൊക്കെ വളരെയേറെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരാമർശം ഇതാണ്. ഇതാദ്യം നിങ്ങൾക്കൊന്ന് മനസ്സിലായെങ്കിലേ ഈ വിഷയത്തിൽ വ്യക്തതകൾ വരുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ഇസ്ലാഹ് മാസികയിൽ നിന്ന് തന്നെ ആദ്യം നമുക്ക് ചർച്ച തുടങ്ങുക ഏറ്റവും നല്ലത്. അപ്പോഴേ നിങ്ങൾക്ക് കാര്യം പഠിക്കുള്ളൂ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, എന്താണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നത് പറയാതെ മനസ്സിലാക്കാതെ നിങ്ങളിതിൻ്റെ വിധി ഷിർക്ക് പറയുന്നത് ഒരു വിധിയല്ല. അതുപോലും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹറാമാണ് വിധി. ഷിർക്കിൻ്റെ വിധി ഹറാമാണ്, മദ്യപാനത്തിൻ്റെ വിധി ഹറാമാണ്. പക്ഷെ ഷിർക്കിൻ്റെ പ്രത്യേകത എന്താ? ആ ഹറാമായ പ്രവർത്തനത്തിന് ഒരിക്കലും നരകമോചനമില്ല എന്നതാണ്. മനസ്സിലായില്ലേ? ഒരിക്കലും പൊറുക്കപ്പെടാത്ത പാപമാണ്, പാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പാപമാണ്. അപ്പോൾ ആ പാപം അള്ളാഹു ഒരിക്കലും ഒരാൾക്കും പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞ പാപമാണ്. അതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. മനസ്സിലായല്ലോ? അതുകൊണ്ട് ഇവിടെ ഈ അൽ ഇസ്ലാഹ് മാസികയിൽ എഴുതിയ വാചകം, ആ വാചകം എങ്ങനെയാണ് ശരിയാക്കി എഴുതേണ്ടത് അതിങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞുതരും.